കൈത്താക്കാലം ഒന്നാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കൈത്താക്കാലം ഫലാഗമന കാലം എന്ന മലയാളത്തിൽ നമുക്ക് പറയാം. ഫലം തിരുസഭയുടെ വിശുദ്ധിയുടെ ഫലമാണ്. ആ വിശുദ്ധിയുടെ ഫലം പുറപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന് വചനത്തിലൂടെ നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 12 അപ്പസ്തലന്മാരുടെ തിരുനാളോടുകൂടിയാണ് കൈത്താക്കാലം ആരംഭിക്കുന്നത്. ഇതിന് പഴയ നിയമവുമായിട്ട് ബന്ധമുണ്ട്. പഴയ നിയമത്തിലെ 12 ഗോത്രങ്ങൾക്ക് സമാനമായ വിധത്തിൽ പുതിയ നിയമത്തിൽ 12 അപ്പസ്തലന്മാരെ കർത്താവ് തിരഞ്ഞെടുക്കുകയും അവരുടെ പ്രവർത്തനത്തിലൂടെ സഭ വളരുകയും ചെയ്തു. അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ സഭയിൽ സ്ഥാനമുണ്ടായി സഭയുടെ അംഗങ്ങളായി തീർന്നു. സഭയുടെ അംഗങ്ങളായി തീർന്ന നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഫലം പുറപ്പെടുത്തണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ മുന്തിരിച്ചെടിയായ ഈശോയോട് ചേർന്ന് നിന്ന് ഫലം പുറപ്പെടുത്തുന്നതിനെ കുറിച്ച് ഉള്ള പ്രതിപാദനം നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. ഈശോ രക്ഷയുടെ ഫലം നമ്മിലൂടെ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഫലം സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് മറ്റ് ഫലങ്ങൾ ഓരോന്നും, അല്ലെങ്കിൽ മറ്റ് വിശുദ്ധ പുണ്യങ്ങൾ ഓരോന്നും. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പരിശുദ്ധാത്മാവിലൂടെ പുറപ്പെടുത്തേണ്ട ഫലം സ്നേഹം തന്നെയാണ്. ഈ സ്നേഹത്തിൽ നമ്മൾ വളർച്ച പ്രാപിക്കുമ്പോൾ മറ്റു പല സുഹൃതങ്ങളും നമ്മൾ വളർന്ന് വന്ന് അത് സഭയുടെ ഫലമായി രൂപാന്തരപ്പെടുന്നതിന് ഇടയാവുകയും ചെയ്യും. 12 അപ്പസ്തലന്മാരെ പോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ കർത്താവിനോട് ചേർന്ന് നിന്ന് ഫലം പുറപ്പെടുത്തുന്നവരായിരിക്കണം. ഈ 12 ഗോത്രങ്ങൾ എന്ന് പറയുന്നതിന് തുല്യമായിട്ട് പഴയ നിയമത്തിൽ തന്നെയും വേറെ ചില സൂചനകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഏലിയ പ്രവാചകൻ അർപ്പിച്ച ബലി ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഉള്ള ബലിയായിരുന്നു. ആ ബലിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അർപ്പിച്ച ആ ബലിക്ക് 12 കല്ലുകൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഈ 12 കല്ലുകൾ 12 ഗോത്രങ്ങൾക്ക് തുല്യമായിരുന്നു. അതുപോലെ തന്നെ പുതിയ നിയമത്തിലെ ഈ 12 അപ്പസ്തലന്മാർ പഴയ നിയമത്തിലെ 12 ഗോത്രങ്ങളെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അപ്പസ്തലന്മാർ ഓരോരുത്തരും തങ്ങളുടേതായ ആ ദൗത്യം നിർവഹിച്ചുകൊണ്ട് കർത്താവിന് സാക്ഷ്യം വഹിക്കുകയും ആ സാക്ഷ്യം തങ്ങളുടെ ജീവിതവും മരണവും വഴിയായിട്ട് പ്രകടമാക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ ചുറ്റുപാടുകളിൽ കർത്താവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കർത്താവിൽ നിന്ന് നമ്മൾ ഏറ്റുവാങ്ങിയ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് ഈ കാലഘട്ടം നമ്മളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഈ ഫലാഗമന കാലത്തിൽ ഓരോ വ്യക്തിയും ഞാൻ ഫലം പുറപ്പെടുത്തുന്ന ഒരു മരമായിരിക്കണം, കർത്താവ് എന്നെ അതിനു വേണ്ടിയിട്ടാണ് നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ള ചിന്തയിൽ ആഴപ്പെട്ട് വളരുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. അതേസമയം തന്നെ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നമ്മൾ പ്രത്യേകം കടക്കുമ്പോൾ കണ്ടെത്താൻ സാധിക്കുന്നത് വിവിധ മനോഭാവത്തോടുകൂടിയ വ്യക്തികളെയാണ്. കർത്താവ് ആഗ്രഹിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ കർത്താവിൻ്റെ മനസ്സിലേക്ക് തന്നെ നമ്മൾ കടന്നു ചെല്ലണം. ഈശോമിശിഹായുടെ അതേ മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്ന് ഫിലിപ്പിയ ലേഖനത്തിലൂടെ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈശോമിശിഹ ഏത് തരത്തിലുള്ള ആളുകളെയാണ് തൻ്റെ കൂട്ടുകാരായിട്ട് സ്വീകരിച്ചത്? അപ്പസ്തലന്മാരെ സംബന്ധിച്ചിടത്തോളം അന്ന് അക്കാലത്തുണ്ടായിരുന്നതിൽ ഏറ്റവും പ്രമുഖന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ നിന്നുള്ളവരായിരുന്നില്ല. പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട്, നിങ്ങളിൽ വളരെയധികം പേർ ഉത്കൃഷ്ട വിഭാഗത്തിൽപ്പെട്ടവരല്ല. താഴ്ന്നവരായ ആളുകളെ കർത്താവ് സ്നേഹിച്ച് അവരെ തൻ്റെ ശിഷ്യന്മാരുടെ ഗണത്തിൽ ചേർത്തു. അവർ മുഖേന സഭയ്ക്ക് ഉണ്ടായിരിക്കേണ്ടതായ മനോഭാവം എന്തെന്നും പഠിപ്പിക്കുകയുണ്ടായി.
വിരുന്നിന്റെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന ചില ജീവിത ദർശനങ്ങൾ. വിരുന്ന് എല്ലായ്പ്പോഴും കൂട്ടായ്മയുടെയും സ്നേഹത്തിന്റെയും ഒക്കെ അവസരമായിട്ടാണ് കണക്കാക്കപ്പെടുക. എങ്കിലും അവിടെ പ്രമുഖ സ്ഥാനം കൈവശപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരായ പല ആളുകളുണ്ട്. തങ്ങൾക്ക് ഇഷ്ടമുള്ള ഉന്നതരായ ആളുകളുടെ അടുത്ത് ആയിരിക്കുവാനും അവരോട് സമ്പർക്കം പുലർത്തിക്കൊണ്ട് വിരുന്ന് കഴിക്കുവാനും ആഗ്രഹിക്കുന്നവരാണ് പലരും. എന്നാൽ കർത്താവിന്റെ മനോഭാവം എന്തായിരുന്നു? കർത്താവ് വിരുന്ന് കഴിക്കാൻ പോയപ്പോൾ അവിടുന്ന് അന്നത്തെ കാലത്ത് വിഗണിക്കപ്പെട്ടിരുന്നവരായ ചുങ്കക്കാരോടും പാവികളോടും ഒക്കെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കുകൊണ്ടു. അത് അന്നത്തെ ഉന്നതന്മാരെന്ന് പരിഗണിക്കപ്പെട്ടിരുന്ന റബ്ബിമാർക്ക്, അതുപോലെ പുരോഹിതന്മാർക്ക്, ഫരിസേയർക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളുടെ ഗുരു എന്തുകൊണ്ട് ചുങ്കക്കാരോടും പാവികളോടും ഒക്കെ ഭക്ഷണം കഴിക്കുന്നുവെന്ന് അപ്പസ്തലന്മാരോട് പ്രീശന്മാരും ഒക്കെ ചോദിച്ചതും ഇതുകൊണ്ട് തന്നെയാണ്. പക്ഷേ കർത്താവ് ആഗ്രഹിച്ചത് നഷ്ടപ്പെട്ടു പോയവരായ ആളുകളെയൊക്കെ തിരിച്ചു കൊണ്ടുവരുവാനും തൻ്റെ ആ കൂട്ടായ്മയിൽ അവരെ നിലനിർത്തുവാനുമാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിനിടയിൽ കർത്താവ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്ക് കാരണമായി തീർന്നു. കർത്താവിന്റെ പ്രവൃത്തിയെ ഇഷ്ടപ്പെടാതിരുന്ന ആളുകൾ കർത്താവിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ശ്രേഷ്ഠത അടങ്ങിയിരിക്കുന്നത് മാന്യതയോടുകൂടി പെരുമാറുന്നിടത്താണ്. മാന്യത എന്ന് പറയുന്നത് ലോകരീതിയാ ഉള്ള ഒരു മാന്യതയല്ല. ദൈവം ആരെ മഹത്വപ്പെടുത്തുന്നുവോ അവരാണ് യഥാർത്ഥത്തിൽ മഹത്വമുള്ളവർ. കർത്താവ് ആരെക്കുറിച്ച് മഹിമയുള്ളവരായിട്ട് പരിഗണിക്കുകയും പറയുകയും ചെയ്തു. അവർ യഥാർത്ഥത്തിൽ ദൈവപിതാവിന്റെ പക്കലും മഹിമയുള്ളവരാണ്. ഇതുപോലെയുള്ള ഒരു മഹിമ പ്രാപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതായത് വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാന ഭാഗത്ത് അവസാന സ്ഥാനം തിരഞ്ഞെടുക്കുക. അങ്ങനെ അവസാന സ്ഥാനം നീ തിരഞ്ഞെടുക്കുമ്പോൾ നിന്നെ ക്ഷണിച്ചവൻ വന്ന് സ്നേഹിത മുകളിലേക്ക് കയറിയിരിക്കുക എന്ന് പറഞ്ഞ് നിന്നെ ബഹുമാനിക്കാനിടയാകും. അപ്പോൾ ബഹുമാനം കിട്ടാൻ വേണ്ടി ഏറ്റവും ഒടുവിലത്തെ സ്ഥാനം സ്വീകരിക്കുക എന്നുള്ളതല്ല അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. നീ മറ്റുള്ളവരെക്കാൾ ഏറ്റവും ശ്രേഷ്ഠനാണ് തന്നെത്താൻ പരിഗണിച്ചുകൊണ്ട് പ്രഥമ സ്ഥാനത്ത് പോയിരിക്കുന്നത് ഒരിക്കലും ശ്രേഷ്ഠതയുള്ള വ്യക്തിത്വത്തിന്റെ ഒരു അടയാളമല്ല. ശ്രേഷ്ഠത ഉള്ളവർ മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് പരിഗണിക്കാൻ ആണ് ഇടയാകുന്നത്. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്കുള്ള ലേഖനത്തിലെ 12-ാമത്തെ അധ്യായത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളവരായിട്ട് പരിഗണിക്കുക എന്ന്. അങ്ങനെ മറ്റുള്ളവരെ ശ്രേഷ്ഠതയുള്ളവരായിട്ട് പരിഗണിക്കുകയും അവർക്ക് ബഹുമാനം കൊടുക്കുകയും ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ പകൽ ശ്രേഷ്ഠത ഉളവാകും. നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും താഴ്ന്നവരായ ആളുകളെ അവരുടെ ചേരികളിൽ ചെന്ന് കണ്ടെത്തുവാനും അവർക്ക് തന്റെ സ്നേഹവും സൗഹൃദവും ഈശോയുടെ കാരുണ്യത്തിന്റെ ആ പ്രതിഫലമായി അവർക്ക് നൽകുവാനും അദ്ദേഹം എപ്പോഴും ജാഗരൂകനായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഓരോ പ്രസംഗത്തിലും പാവങ്ങളുടെ പക്ഷം ചേരാനും പാവങ്ങളോട് ചേർന്നു എന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനുമാണ് ആവശ്യപ്പെടുന്നത്. ഞാൻ വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടവരെ കണ്ടെത്തി വീണ്ടെടുക്കാൻ വേണ്ടിയാണ് എന്ന് ഈശോ പറഞ്ഞു. മാർപ്പാപ്പ പറയുന്നുണ്ട്, ഇന്ന് യഥാർത്ഥത്തിൽ പാവങ്ങൾ സഭയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ നഷ്ടപ്പെട്ടവരായിരിക്കുന്ന ആളുകളുടെ പക്കലേക്ക് ചെല്ലുകയും അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കൂടുതൽ ഉയർത്തപ്പെടുന്നവരായിത്തീരും. കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവിടുത്തെ ഗുണവിശേഷങ്ങൾ നമ്മളിലൂടെ പ്രകാശിച്ചു കാണുവാനാണ്. ഞാൻ ലോകത്തിന് പ്രകാശമാകുന്നു എന്ന് പറഞ്ഞ ഈശോ നമ്മളോട് പറയുന്നത് നമ്മൾ ലോകത്തിന്റെ പ്രകാശമായി വർത്തിക്കണം, ഭൂമിയുടെ ഉപ്പ് പോലെ വർത്തിക്കണമെന്നൊക്കെയാണ്. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ കർത്താവ് ആരെയൊക്കെ ബഹുമാനിച്ചോ, കർത്താവ് ആർക്കു വേണ്ടിയൊക്കെ തന്റെ ജീവൻ സമർപ്പിച്ചോ, അതുപോലെ ചിന്തിക്കുവാനും പ്രവർത്തിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം തന്നെ പങ്കുവെച്ചു കൊടുക്കുവാൻ നമ്മൾ സന്നദ്ധരാകും.
ഇങ്ങനെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് വിശുദ്ധിയുടെ ഫലങ്ങളാണ്. ഈ വിശുദ്ധ ഫലങ്ങൾ പുറപ്പെടുത്തുന്നിടത്ത് മാത്രമേ സഭയെ വളർത്താനിടയാകുകയുള്ളൂ. അപ്പസ്തലന്മാർ തങ്ങളുടെ ജീവിതം വഴിയായിട്ട് സഭയെ പടുത്തുയർത്തിയവരാണ്. പൗലോസ്ലീഹ അപ്പസ്തലന്മാരിൽ നിന്ന് തന്റെ പ്രബോധനം സ്വീകരിച്ചപ്പോൾ പ്രത്യേകത അപ്പസ്തലന്മാർ തന്നെ ഫലമേൽപ്പിച്ച കാര്യം പാവങ്ങളോട് ഉള്ളവനായിരിക്കണം എന്ന് മാത്രമാണ് എന്ന് അദ്ദേഹം തന്റെ ലേഖനത്തിലൂടെ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. അപ്പോൾ പാവങ്ങളുടെ കാര്യം ശ്രദ്ധ പതിപ്പിക്കുന്ന ഓരോ വ്യക്തിയും തന്റെ ക്രൈസ്തവ ചുമതല ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കുകയും വിശുദ്ധിയുടെ ഫലം പുറപ്പെടുന്ന വ്യക്തിയും ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഫലാഗമന കാലത്ത് നമ്മൾ ഈ വിശുദ്ധിയുടെ ഫലം പുറപ്പെടുത്തത്തക്ക രീതിയിൽ ദരിദ്രരെയും പാവപ്പെട്ടവരെയും എല്ലാം പരിഗണിക്കുകയും അവരുടെ പക്ഷം ചേർന്ന് അവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ മറ്റുള്ളവരെ ഉയർത്തുന്നതിലൂടെയാണ് നമ്മൾ മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. നമുക്ക് പ്രഥമ സ്ഥാനം നമ്മൾ ഏറ്റെടുക്കുകയല്ല ചെയ്യുന്നത്, മറ്റുള്ളവർ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കുകയാണ്. തന്നെത്താനെ ഉയർന്ന സ്ഥാനം അല്ലെങ്കിൽ പ്രഥമ സ്ഥാനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും മിശിഹായുടെ ചൈതന്യം ഉള്ളവനല്ല. മിശിഹായുടെ ചൈതന്യം എളിമയുടെയും ശാന്തതയുടെയും സൗമ്യതയുടെയും ഒക്കെ പാഠമാണ്. അപ്പോൾ ഈശോയുടെ ആ പാഠം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമ്മളും വിശുദ്ധിയുടെ ഫലം പുറപ്പെടുത്തുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണമെന്നാണ് ഈ ഫലാഗമന കാലം പ്രത്യേകത നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. സഭ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നതായ കാര്യം നിർവഹിച്ചുകൊണ്ട് കർത്താവിന്റെ യഥാർത്ഥ ശിഷ്യരും സഭയെ പെടുത്തുന്നവരുമായി തീരാൻ ഈ കാലഘട്ടം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മുടെ കൂടെ വസിച്ചുകൊണ്ട് അത് നമ്മളെ പ്രാപ്തരാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.